ക്ലാസ്, വെൽക്കം ടു സാരം ലേണിംഗ്. അനുജ മിസ് ആണ്. അപ്പൊ മകളെ, നമ്മുടെ LSS എക്സാമിന് വേണ്ടി ഇതാ ഒരു ദിവസം കൂടിയേ ഉള്ളൂ. 28-ാം തീയതിയാണ് നമ്മുടെ എക്സാം. ആ ഒരു എക്സാമിന് നമുക്ക് ഫുൾ ഔട്ട് ഓഫ് ഫുള്ള് മേടിക്കണം, അതാണ് നമ്മുടെ എയിം അല്ലേ. അപ്പൊ അതിനുവേണ്ടി നമ്മളിങ്ങനെ എപ്പോഴും കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ മിസ് വന്നിരിക്കുന്നത്. എല്ലാ മക്കളും എന്താണ്, സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. അതുകൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കാനും നോക്കുക കേട്ടോ. ഏറ്റവും ആദ്യത്തെ ചോദ്യം തന്നെ ഏറ്റവും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: ഏറ്റവും വലിപ്പം കൂടിയ തവളകൾ ഏത്? വാട്ട് ആർ ദ ലാർജസ്റ്റ് ഫ്രോഗ്? ഏതാണ് ഏറ്റവും വലിപ്പം കൂടിയ തവളകൾ? ഉത്തരം നമുക്കറിയാം. നമ്മൾ അതിന്റെ ആ ഒരു ചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പഠിച്ചതാണ്. നമ്മുടെ ഉത്തരം എന്താണ്? ഗോലിയാത്ത് തവളകൾ. എന്താണ്? ഗോലിയാത്ത് തവളകൾ. ഏറ്റവും വലിപ്പം കൂടിയ തവളന്റെ പേരാണ് ഗോലിയാത്ത് ഫ്രോഗ്സ്. ഇനി അടുത്ത ചോദ്യം: മത്സ്യങ്ങള് ശ്വസിക്കുന്നതിന് സഹായിക്കുന്ന അവയവം ഏതാണ്? നമുക്കറിയാം, ഉറങ്ങുന്ന സമയത്ത് ഈ മത്സ്യങ്ങൾ കണ്ണടക്കത്തില്ല. അത് മക്കൾ ചിലപ്പോൾ എന്താണ് കേട്ടിട്ടുണ്ടാവും അല്ലെ. ഈ മത്സ്യങ്ങൾക്ക് ശ്വസനം നടത്തണമെങ്കിൽ അതിനെ സഹായിക്കുന്ന അവയവം ഏതാണെന്നാണ് ചോദ്യം. ഏതായിരിക്കും? നമുക്ക് ഒട്ടും ഡൗട്ട് ഇല്ലാതെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും, ഗിൽസ്. എന്താണ്? നമ്മൾ ചെകിളപ്പൂക്കൾ എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ശകുലങ്ങൾ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ശകുലങ്ങൾ അല്ലെങ്കിൽ ചെകിളപ്പൂക്കൾ ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് പറയും? ഗിൽസ് എന്ന് പറയും. അപ്പം കൂട്ടുകാരൊന്ന് ആലോചിച്ച് നോക്കി, ഈ മത്സ്യങ്ങൾക്ക് ഈ ശ്വസിക്കുന്നതിന് ഗിൽസ് ആവശ്യമാണ്. അതുപോലെ തന്നെ മത്സ്യങ്ങൾക്ക് മുന്നോട്ട് സഞ്ചരിക്കുന്നതിനും അതുപോലെ തന്നെ ദിശ മാറുന്നതിനും അതുപോലെ തന്നെ ഈ ജലത്തിനടിയിൽ ഇങ്ങനെ വിശാലമായ കാഴ്ചയൊക്കെ കിട്ടണമെങ്കിലും എന്താണ്, അവയുടെ ശരീരത്തിന് കുറെ പ്രത്യേകതകളുണ്ട്. അപ്പൊ അതൊക്കെ കൂട്ടുകാർ ഓർത്തിരിക്കുക. ജലത്തിലൂടെ എളുപ്പത്തിൽ നീങ്ങാൻ സഹായിക്കുന്നത് എന്താണ്? ഹെൽപ്പ് ടു മൂവ് ഈസിലി ത്രൂ വാട്ടർ. എന്താണ് അതിന് സഹായിക്കുന്നത്? മത്സ്യങ്ങളുടെ ആ ഷേപ്പ് ആണല്ലേ. മത്സ്യങ്ങളുടെ എന്ത് ഷേപ്പ്? ബോട്ട് ഷേപ്പ്ഡ് ബോഡിയാണ്. അതുപോലെ തന്നെ കൂട്ടുകാർ ആലോചിക്കണം, ജലത്തിൽ തെന്നി നീക്കാൻ സഹായിക്കുന്നത് എന്താണ്? അവരുടെ ബോഡിയാണ്. അവരുടെ ബോഡിയുടെ സ്ട്രക്ചർ സ്ലിപ്പറി ബോഡി, അതാണ് ഹെൽപ്പ് ടു ഗ്ലൈഡ് ഇൻ വാട്ടർ. പിന്നെ കൂട്ടുകാർ ആലോചിക്കുക, തുഴഞ്ഞു നീങ്ങാൻ സഹായിക്കുന്നത് എന്താണ്? ചിറകുകളാണ്. ദിശ മാറാൻ വേണ്ടി സഹായിക്കുന്നത് എന്താണ്? അവയുടെ വാൽച്ചിറകുകളാണ്. അതുകൂടാതെ ജലത്തിൽ ശ്വസിക്കുന്നതിന് അതിന് നമ്മൾ പഠിച്ചൂല്ലേ, ഗിൽസ് അല്ലെങ്കിൽ ശകുലങ്ങൾ എന്ന് പറഞ്ഞു. പിന്നെ നമുക്കറിയാം അവയ്ക്ക് എന്താണ്, ചെതുമ്പലുണ്ട്. നമ്മളിങ്ങനെ മത്തിയൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കുമ്പോൾ എന്താണ്, ചെതുമ്പൽ കളയുന്നു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പൊ ഈ നിരനിരയായിട്ട് ഇങ്ങനെ ക്രമീകരിച്ചിരിക്കുന്ന ഈ പറയുന്ന ഈ ശൽക്കങ്ങൾ എന്നാണ് നമ്മൾ പറയുന്നത്. എന്താണ്? സ്കെയിൽസ്. ഓർഡർലി അറേഞ്ച്ഡ് സ്കെയിൽസ് ഉണ്ട്. അതെന്തിനാ സഹായിക്കുന്നത്? യെസ്, ആ ഒരു ക്ലൈമറ്റ് ചേഞ്ച്, ചൂട്, തണുപ്പ് എന്നിവയിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി ഈ പറയുന്ന മത്സ്യങ്ങളെ സഹായിക്കുന്നുണ്ട്. പിന്നെ അവയുടെ കണ്ണുകൾ എങ്ങനെയാണ്? തലയ്ക്ക് ഇരുവശത്തുമാണ്. ആ വെള്ളത്തിനടിയിലെ വിശാലമായ കാഴ്ചക്ക് എന്താണ്, അത് ആ രണ്ട് കണ്ണുകൾ അവയെ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ കൂട്ടുകാരെ ആലോചിക്കുക, അവയ്ക്ക് എക്സ്റ്റേണൽ ഇയേഴ്സ്, ബാഹ്യകർണങ്ങൾ, അതുപോലെ തന്നെ കഴുത്ത് എന്നിവയില്ല. ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ ഇയേഴ്സ് ആൻഡ് നെക്ക്. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ മത്സ്യങ്ങളുടെ അവയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ഈ പ്രത്യേകതകളൊക്കെ എന്ത് ചെയ്യണം? മക്കൾ മറക്കാതെ പഠിച്ചു വെക്കാം. അടുത്ത ചോദ്യം ഇതാണ്: ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായകമായ സവിശേഷതയ്ക്ക് പറയുന്ന പേരെന്താണ്? എന്തായിരിക്കും? യെസ്, വാട്ട് ഈസ് ദ നെയിം ഗിവൺ ടു ദ ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഹെൽപ്പ് ആൻ ഓർഗാനിസം ടു സർവൈവ് ഇൻ ഇറ്റ്സ് ഹാബിറ്ററ്റ്? അവയുടെ സ്ഥലത്ത്, അവ വസിക്കുന്ന ഒരു സ്ഥലത്ത് അവയ്ക്ക് ജീവിക്കണമെങ്കിൽ അവയുടെ ശരീരത്തില് അല്ലെങ്കിൽ അവയ്ക്ക് കുറച്ച് സവിശേഷതകൾ ആവശ്യമാണ്. ഈ ഒരു സവിശേഷതയെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? യെസ്, അനുകൂലനങ്ങൾ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം, ഒരു മരംകൊത്തി എടുക്കുക, ഒരു വുഡ് പെക്കർ എടുക്കുക. ഈ മരംകൊത്തി എന്ന് പറഞ്ഞാൽ കാക്കേനെ പോലെയാണോ? അല്ല, മരംകൊത്തി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം, അതിന്റെ ആ ഒരു മരത്തിന്റെ ആ തടിയൊക്കെ ഇങ്ങനെ കൊത്തി 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 എന്താണ്, ചെറിയ കൂടൊക്കെ ഉണ്ടാക്കി വെക്കൂലേ. മരം ഇങ്ങനെ കൊത്താൻ പറ്റുന്നയാളാണ് നമ്മുടെ മരംകൊത്തി. ആ ഒരു മരംകൊത്തിന്റെ എന്താണ്, നല്ല വളഞ്ഞ മൂർച്ചയുള്ള അതിന്റെ ആ ഒരു നഖം, അതുപോലെ തന്നെ എന്താണ് അതിന്റെ ആ ഒരു കൊക്കൊക്കെ എന്താണ്, അതിന് ഇരപിടിക്കാനും അതിന് ആ ഒരു സ്ഥലത്ത് ജീവിക്കാനും ഒക്കെ എന്താണ് സഹായിക്കുന്ന അഡാപ്റ്റേഷൻസ് അല്ലെങ്കിൽ അനുകൂലനങ്ങളാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ കേട്ടോ. അതുപോലെ തന്നെ എല്ലാ ജീവികൾക്കും എന്താണ് ഈ പറയുന്ന അനുകൂലനങ്ങൾ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻസ് ഉണ്ട്, ഓർത്തിരിക്കുക. ഇനി അടുത്ത ചോദ്യം: ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിനടിയിൽ നിൽക്കാൻ കഴിയുന്ന ജീവിയുടെ പേരെന്താണ്? യെസ്, which animal can stay underwater for a long time without breathing? നമുക്ക് പറ്റുമോ? നമുക്ക് ഒരു ലിമിറ്റഡ് ടൈം കഴിഞ്ഞാൽ പിന്നെ എന്താണ്, വെള്ളത്തിനടിയിൽ ഇങ്ങനെ ശ്വാസം പിടിച്ചുകൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. നമ്മള് ജീവൻ കിട്ടാൻ വേണ്ടി എന്താണ്, നമ്മൾ മുകളിലേക്ക് പോകും. പക്ഷേ നമ്മുടെ ഒരു ജീവിയുണ്ട്. ഏതാണ് ജീവി എന്ന് കൂട്ടുകാർക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. ആൻസർ എന്താണ്? നമ്മുടെ ടോർട്ടോയിസ് അല്ലെങ്കിൽ ആമ. ആമയ്ക്ക് എന്താണ്, ശ്വസിക്കാതെ ഏറെ നേരം വെള്ളത്തിനടിയിൽ നിൽക്കാൻ വേണ്ടി സാധിക്കും.
അടുത്തത് ആമ്പൽ, താമര എന്നിവ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. കാരണം എന്താണ്? അവ എന്തുകൊണ്ടായിരിക്കും വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നത്? അവയുടെ ഇലകളിലും തണ്ടിലും എന്തുണ്ട്? വായു അറകൾ അല്ലെങ്കിൽ എയർ ക്യാവിറ്റീസ് ഉണ്ട്. അതാണ് ഇതിന്റെ ഉത്തരം. സ്റ്റെംസ് ആൻഡ് ലീവ്സ് ഹാവ് എയർ ക്യാവിറ്റീസ്. തണ്ടിലും ഇലയിലും വായു അറകളുണ്ട്. ഓർത്തിരിക്കുക കേട്ടോ. ഇനി അതുകൂടാതെ വാലില്ലാത്ത ഉഭയജീവി ഏതാന്ന് ചോദിച്ചാലോ? എ ടെയിൽലെസ് ആംഫീബിയൻ എന്ന് ചോദിച്ചാലോ? ആംഫീബിയൻ എന്താണെന്ന് നമുക്കറിയാം അല്ലെ? ഈ വെള്ളത്തിലും കരയിലുമായിട്ട് ജീവിതചക്രം പൂർത്തിയാക്കുന്ന കുറച്ച് ആൾക്കാരെയാണ് നമ്മൾ ആംഫീബിയൻസ് അല്ലെങ്കിൽ ഉഭയജീവികൾ എന്ന് പറയുന്നത്. കുറെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ വാലില്ലാത്ത ഉഭയജീവി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താണ്? ഫ്രോഗ് ആണ്. ഫ്രോഗിന് എന്താണ്? വാലില്ല. ആ ഫ്രോഗ് മുട്ടയിട്ട് ആദ്യം ഉണ്ടാവുന്ന നമ്മുടെ വാൽമാക്രിക്ക് വാലുണ്ട്. പിന്നീട് ആ വാലിങ്ങനെ ചെറുതായിട്ടാണ് നമുക്ക് എന്ത് തവളയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്തത് ഈ ആവാസ വ്യവസ്ഥ, നമ്മുടെ എക്കോസിസ്റ്റം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച ആ ഒരാളുടെ പേരെന്താണ്? ഹു ഫസ്റ്റ് യൂസ്ഡ് ദ ടേം എക്കോസിസ്റ്റം? ആരാണ്? അദ്ദേഹത്തിന്റെ ചിത്രം കാണിച്ചു തരാം. അദ്ദേഹത്തിന്റെ പേരും ഇവിടെ എഴുതിയിട്ടുണ്ട്. ചിത്രം ഒന്ന് കൂട്ടുകാർ ഐഡന്റിഫൈ ചെയ്യുക. അദ്ദേഹത്തിന്റെ പേരാണ് ആർതർ ടെൻസ്ലി എന്ന് പറയുന്നത് മറക്കരുത് കേട്ടോ. ഇനി കൂടാതെ ആവാസ വ്യവസ്ഥയ്ക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മക്കളോട് ഇങ്ങനെ എന്തെങ്കിലും കുറിപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും 2 വാക്കിൽ എഴുതാനൊക്കെ പറഞ്ഞാൽ മക്കൾ ആവാസ വ്യവസ്ഥ എക്കോസിസ്റ്റം എന്താന്ന് എഴുതുക, അതിന് ഉദാഹരണങ്ങൾ എഴുതുക. കുറെ ഉദാഹരണങ്ങൾ മിസ് ഇവിടെ തന്നിട്ടുണ്ട്. ഫോറസ്റ്റ്, പുൽമേട്, ബുഷ്, പിന്നെ ഇതാണ്ടേ ഡിസേർട്ട്സ്, പോൺസ്, റിവേഴ്സ്, ലേക്സ്, സ്ട്രീംസ്, കണ്ടൽക്കാടുകൾ, കാവുകൾ, ചതുപ്പുകൾ, പവിഴപ്പുറ്റുകൾ, പിന്നെ ഇതാണ്ട് നമ്മുടെ കടല്, സമുദ്രം, ഇവയൊക്കെ എന്താണ്? നമ്മുടെ പ്രകൃതിയിൽ കാണുന്ന നാച്ചുറൽ ആയിട്ടുള്ള എക്കോസിസ്റ്റംസ് ആണ്. ഇനി നമ്മൾ മനുഷ്യന്മാരുണ്ടാക്കുന്ന എക്കോസിസ്റ്റം കൊണ്ട് ഏതൊക്കെയാണ്? നമ്മുടെ വയലുകള്, തോട്ടങ്ങള്, ഡാമുകള്, അക്വേറിയം, ഇവയൊക്കെ എന്താണ്? നമ്മളായിട്ടുണ്ടാക്കുന്നതുമാണ്. അപ്പൊ എക്കോസിസ്റ്റം എന്ന് പറയുന്നത് തന്നെ എന്താണ്? നാച്ചുറലും ഉണ്ട്, ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ മാൻമെയ്ഡും ഉണ്ട് എന്ന് മക്കൾ മറക്കാതെ ഓർത്തിരിക്കണം. അടുത്തത് ജൈവ വൈവിധ്യ സംരക്ഷണ ദിനം എന്നാണ്. ഓരോ ദിവസത്തിനും എന്താണ്? ഓരോ പ്രത്യേകതകൾ ഉണ്ടാവും. അതിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ ഡേ എന്ന് പറഞ്ഞാൽ എന്നാണ്? മെയ് 22 ആണ്. മറന്നു പോകരുത് കേട്ടോ. ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്ന ആവാസ വ്യവസ്ഥ ഏതായിരിക്കും? ഓക്സിജൻ പാർലറുകൾ എന്താണ്? ഓക്സിജൻ കുറേ കിട്ടും. ആ ഒരു ഓക്സിജൻ പാർലറുകൾ എന്നറിയപ്പെടുന്ന എക്കോസിസ്റ്റത്തിന് ഉദാഹരണമാണ് നമ്മുടെ സ്വന്തം കാവുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാക്രഡ് ഗ്രൂവ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം, വെള്ളത്തിലും കരയിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികൾക്ക് പറയുന്ന പേരെന്താണ്? നേരത്തെ മിസ് ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നല്ലേ, വെള്ളത്തിലും അതുപോലെ തന്നെ കരയിലും കൂടി ഒരുമിച്ച് ജീവിച്ചിട്ട് അവസാനം അവയുടെ ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളെ മൊത്തത്തിൽ വിളിക്കുന്ന പേരായിരുന്നു നമ്മുടെ ആംഫീബിയൻസ് അല്ലെങ്കിൽ ഉഭയജീവികള്. അതിന് കുറച്ച് എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഓർത്തു വെക്കുക. ഏതൊക്കെയാണ്? യെസ്, സിസിലിയൻ, ന്യൂട്ടുകൾ, ആക്സോലോട്ടിൽ, സലമാൻഡർ ആൻഡ് എന്താണ്? ഫ്രോഗ് അല്ലെങ്കിൽ തവള. അവരുടെയൊക്കെ പേരുകൾ കൂട്ടുകാർ എന്ത് ചെയ്യുക? ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തത്, മുളയ്ക്കുന്ന വിത്തിൽ നിന്ന് ആദ്യം പുറത്തു വരുന്നത് സസ്യത്തിന്റെ ഏത് ഭാഗമാണ്? നമുക്കറിയാം വിത്ത് മുളച്ചിട്ട് എന്താണ്? കുറേ സസ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ വിത്ത് മുളയ്ക്കുമ്പോൾ വിത്തിൽ നിന്ന് ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളായിട്ടാണ് പുറത്തു വരുന്നത്. ഏറ്റവും ആദ്യം പുറത്തു വരുന്ന ഭാഗത്തിന്റെ പേരാണ് നമ്മുടെ ബീജമൂലം എന്ന് പറയുന്നത്. ഈ ബീജമൂലമാണ് എന്തായിട്ട് മാറുന്നത്? യെസ്, റൂട്ടായിട്ട് മാറുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഭാഗത്തിന്റെ പേരുണ്ട്, അതാണ് നമ്മുടെ പ്ലിമ്യൂൾ അല്ലെങ്കിൽ ബീജശീർഷം എന്ന് പറയുന്നത്. അത് പിന്നീട് സ്റ്റെം ആയിട്ട് മാറുന്നുണ്ട്. ഇനി ഈ പറയുന്ന ബീജമൂലത്തിനും ബീജശീർഷത്തിനും, അതായത് നമ്മുടെ റാഡിക്കിളിനും നമ്മുടെ പ്ലിമ്യൂളിനും ഒക്കെ വളരാൻ ആവശ്യമായിട്ടുള്ള ഫുഡൊക്കെ സംഭരിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് നമ്മളെ ഈ ായിട്ടുള്ള 2 ഇല പോലെ കാണുന്ന നമ്മുടെ സ്വന്തം ബീജപത്രം അല്ലെങ്കിൽ കോട്ടിലിഡൻ എന്ന് പറയുന്നത്. ഇതിന്റെ കൂടെ മക്കൾ ഒരു ഇൻഫർമേഷനും കൂടി അറിഞ്ഞിരിക്കുക. ഈ വളരുന്നതിനനുസരിച്ച്, ഈ ചെടികൾ ഇങ്ങനെ വളരുന്നതിനനുസരിച്ച് എന്താണ്? നമ്മുടെ കോട്ടിലിഡന്റെ ഷേപ്പ് ഇങ്ങനെ ചെറുതായി വന്നിട്ട് പിന്നീട് നമുക്ക് എന്താണ്? കോട്ടിലിഡൻ കാണാൻ പറ്റില്ല. കാരണം എന്താണ്? പിന്നെ അവർക്കുള്ള ഫുഡൊക്കെ അവരെ ഇലകളിലാണ് ഉണ്ടാക്കുന്നത് അല്ലെ? അത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത്, ആകാശത്ത് ഏറ്റവും തിളങ്ങുന്ന ഗ്രഹം ഏതാണ്? ഏറ്റവും തിളങ്ങുന്ന ഗ്രഹം നമുക്കറിയാം, ഗ്രഹം എന്ന് പറഞ്ഞാൽ ആർക്കു ചുറ്റും കറങ്ങുന്നതാണ്? സൂര്യന് ചുറ്റും കറങ്ങുന്നതാണ്. അപ്പൊ ആകാശത്ത് ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ് എന്ന് ചോദിച്ചാൽ മക്കൾ പറയണം ഏതാണ്? യെസ്, ശുക്രനാണ്. ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട്. ബുധനാണോ, ശുക്രനാണോ, ശനിയാണോ, യുറാനസ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻസർ കൂട്ടുകാർ ഓർത്തിരിക്കുക, ശുക്രനാണ്. ശുക്രനെ എന്താണ്? നമുക്ക് ആകാശത്ത് ഇടയ്ക്കൊക്കെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇനി ഏറ്റവും പ്രശോഭിതമായി കാണുന്ന നക്ഷത്രം ഏതാണ്? ഏറ്റവും തിളക്കമാർന്ന ഗ്രഹം എന്ന് പറഞ്ഞാൽ ശുക്രനാണെങ്കിൽ ഏറ്റവും നല്ലോണം തിളക്കമാർന്ന് കാണുന്ന നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ സിറിയസ് ആണ്.
സൂര്യനല്ല, തിരുവാതിരയല്ല. അതൊക്കെ കൂട്ടുകാരെ ഓർത്തു വെക്കുക കേട്ടോ. സൂര്യൻ ഒന്നും പറയരുത്. ആൻസർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിറിയസ് ആണ്. ഇനി ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം എന്ന് ചോദിച്ചാൽ എന്താണ്? എല്ലാവർക്കും ഈസി ആയിട്ട് ഉത്തരം പറയാം. നമ്മുടെ സ്വന്തം ആര്യഭട്ടയാണ്. അതിന്റെ കൂടെ തന്നെ ഈ ഭൂമിക്ക് കുറച്ച് പ്രത്യേകതകൾ ഉണ്ടല്ലേ. ഭൂമി എന്താണ്? സ്വയം തിരിയാൻ പറ്റും. അതുപോലെ തന്നെ സ്വയം കറങ്ങിക്കൊണ്ട് നമ്മുടെ സൂര്യന് ചുറ്റും ഇങ്ങനെ കറങ്ങാൻ പറ്റും. അങ്ങനെ സ്വയം കറങ്ങുന്നതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? ഭൂമിയുടെ സ്വയം കറക്കലിനെ അല്ലെങ്കിൽ സെൽഫ് സ്പിന്നിങ് ഓഫ് എർത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റൊട്ടേഷൻ അല്ലെങ്കിൽ നമ്മൾ ഭ്രമണം എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓർത്തിരിക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ സൂര്യന് ചുറ്റും കറങ്ങുന്നതിനെയാണ് നമ്മൾ റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം എന്ന് ഓർത്തിരിക്കുക. ഈ ഭ്രമണമാണ് ഈ ഡേയും നൈറ്റും ഉണ്ടാക്കുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ഉണ്ടാക്കുന്നതിന് കാരണം എന്താണ്? പരിക്രമണമാണ്. ഇതൊക്കെ അഡീഷണൽ ഇൻഫർമേഷൻസ് ആണ്, കൂട്ടുകാരെ ഓർത്തിരിക്കുക കേട്ടോ. ചന്ദ്രനെ ആകാശത്ത് കാണാൻ സാധിക്കാത്ത ദിവസം. നമുക്കറിയാം എല്ലാ ദിവസവും നമുക്ക് ചന്ദ്രനെ കാണാൻ പറ്റില്ല. ചില സമയം ചന്ദ്രനെ കാണാൻ പറ്റൂല. ചില സമയം ചന്ദ്രനെ കംപ്ലീറ്റ് ആയിട്ട് നല്ല പപ്പടം പോലെ നമുക്ക് കാണാൻ പറ്റും. ചില ദിവസങ്ങളിൽ എന്താണ്? തേങ്ങാപ്പൂള് പോലെയാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ചന്ദ്രനെ നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെയല്ല കാണുന്നത്. അങ്ങനെയെങ്കിൽ ചന്ദ്രനെ കാണാൻ സാധിക്കാത്ത ദിവസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൗർണമിയാണോ അമാവാസിയാണോ? ആൻസർ എന്താണ്? അമാവാസി അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേ ആണ് കേട്ടോ. ന്യൂ മൂൺ ഡേ അല്ലെങ്കിൽ നമ്മൾ പറയും അമാവാസി, അല്ലെങ്കിൽ നമ്മൾ പറയും കറുത്ത വാവ്. ഇതും നമുക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂടെ പറയാൻ പറ്റും. കറുത്ത വാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രനെ കാണാൻ പറ്റില്ല, ഫുൾ ഇരുട്ടാണ്, രാത്രിയിലാണ് അത് നടക്കുന്നത്. ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്തത് വിച്ച് ഈസ് ദ സാറ്റലൈറ്റ് സെൻഡ് ബൈ ഇന്ത്യ ടു മൂൺ? ഇന്ത്യ ചന്ദ്രനിലേക്ക് അയച്ച ഉപഗ്രഹമാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ കുറച്ച് പേരൊക്കെ തന്നിട്ടുണ്ട്. മംഗൾയാനും ആര്യഭട്ട, ഇൻസാന്റ്, ചന്ദ്രയാൻ ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതിൽ ചന്ദ്രനിലേക്ക് അയച്ചത് ഏതാണ്? ചന്ദ്രയാനാണ്. മംഗൾയാൻ ചൊവ്വയിലേക്ക് അയച്ചതാണ്. ആര്യഭട്ടയും ഇൻസാന്റും ഒക്കെ ബഹിരാകാശത്തേക്ക് അയച്ചതാണ്. വ്യത്യാസം ഓർത്തിരിക്കണം കേട്ടോ. ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ മനുഷ്യന്റെ പേര് ആരും തെറ്റിക്കില്ല എന്ന് മിസ്സിന് അറിയാം. നീൽ ആംസ്ട്രോങ് ആണ്. അതിന്റെ കൂടെ തന്നെ ഈ പറയുന്നവയിൽ, അതായത് താഴെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്, അവയിൽ ഏതാണ് ഗ്രഹമായി കണക്കാക്കാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഇസ് നോട്ട് കൺസിഡർഡ് ആസ് പ്ലാനറ്റ്? പ്ലാനറ്റ് അല്ലാത്തത് ഏതൊക്കെയാണ്? ഭൂമി നമുക്കറിയാം പ്ലാനറ്റ് ആണ്. ബുധൻ, മെർക്കുറി പ്ലാനറ്റ് ആണ്. സൂര്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാനറ്റ് അല്ല, നേരെ മറിച്ച് എന്താണ്? സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രമാണ്, ഒരു സ്റ്റാർ ആണ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഏറ്റവും അവസാനത്തെ ചോദ്യം ഇതാണ്. നമ്മുടെ വിക്ടേഴ്സ് ചാനൽ അല്ലെ, ഈ വിക്ടേഴ്സ് ചാനലിന്റെ പ്രവർത്തനത്തെ പിന്തുണയ്ക്കുന്ന ഉപഗ്രഹം ഏതാന്ന് ചോദിച്ചാൽ മക്കളെ ഒരു ഡൗട്ടും ഇല്ലാതെ പറയണം, എഡ്യൂസാറ്റ്. ഓക്കെ, അപ്പൊ ഇതാണ്ട് നമ്മൾ എന്താണ് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ ചോദ്യങ്ങളൊക്കെ മക്കൾക്ക് വളരെ സിമ്പിൾ ആയിരിക്കും. കാരണം USSഉം LSSഉം ഒക്കെ എക്സാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ എക്സാമിന് മക്കൾ എന്താണ് അടിപൊളിയായിട്ട് ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞതാണ്. ഒരു ഫൈനൽ ടച്ച് പോലെയാണ് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എല്ലാ മക്കളും എന്താണ് ഇത് മുഴുവനായിട്ട് കണ്ടിട്ട് നല്ല രീതിയിൽ പഠിച്ചിട്ട് നല്ല രീതിയിൽ മാർക്ക് മേടിക്കുക. എല്ലാവർക്കും നമ്മുടെ LSS കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. മിസ് അടുത്ത ദിവസം വരാം. അതുവരെ ടാറ്റാ.